എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഷോപ്പിങ്ങിന് പോകാൻ പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പഴയ ബലേനോയിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ചേട്ടി ബലേനോയിലാ പോകുന്നത്? അതെയാ, സ്കോർപ്പിയോ ചളി അമ്മ കണ്ടിട്ടില്ല. എടുത്തിട്ട് വരാം, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ടേ? എടുക്കാം. അപ്പൊ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന്. നല്ല ചുടി, ഇന്നലെ രാത്രി നല്ലൊരു മഴ കിട്ടി, അതുകൊണ്ട് കുറച്ച് സുഖം ഉണ്ടായിരുന്നല്ലോ അമ്മ. രാത്രി നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എന്നിട്ട് ഇറങ്ങി. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 2ാമത്തെ ദിവസമാണ്. എൻ്റെ ശബ്ദം അടഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ല കോൾഡ് പിടിച്ച് പണി കിട്ടിയിട്ടാണല്ലോ കേട്ടോ. അതുകൊണ്ട് ത്രൂ ഔട്ട് എൻ്റെ ഈ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് സൗണ്ട് മാറിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും കുറച്ചൊരു റഷ് ഉണ്ട് റോഡിൽ. ആ വൈകുന്നേരത്തെ ആ ഒരു സമയത്ത് റഷ് ഉണ്ടല്ലോ, ആ ഒരു തിരക്കുണ്ടായി. പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ച് നമ്മളങ്ങനെ സ്മൂത്തായിട്ട് പോവുകയാണ്. മിക്കവാറും നമ്മളിങ്ങനെ കണ്ണൂർ കറങ്ങാൻ പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴല്ലോ ഉണ്ടല്ലോ, നമ്മൾ മാത്രമായിട്ട് പോവെങ്കിലും ഞാൻ അച്ഛനോടും അമ്മയോട് എപ്പോഴും ഇങ്ങനെ അവർ മടി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നിർബന്ധിക്കലുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ മടി പിടിച്ചിരുന്നാൽ അവർക്ക് നല്ല മടിയാവും. ഇനി പ്രായമാവും തോറും അങ്ങനെ പോകില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തെല്ലാം കേട്ടോ ഞാൻ നിർബന്ധിച്ചിട്ട് പുതിയ സ്ഥലത്ത് എന്തെങ്കിലും കാണാനുള്ള കാഴ്ചകളെല്ലാം ഉണ്ടാകുമ്പോൾ എന്തായാലും കൊണ്ടുപോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ എല്ലാവരെയും കൂടെ നിർബന്ധിച്ച് പോയതാണ്. നമ്മൾ നേരെ സെഞ്ചുറിയിലേക്കാണ് കേട്ടോ പോയത്. കണ്ണൂരുള്ള സെഞ്ചുറി, നമ്മൾ കുറച്ച് നാളായി സെഞ്ചുറിയിലേക്ക് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. മെയിനായിട്ട് ഏട്ടനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്കെല്ലാം എപ്പോഴും ഡ്രസ്സ് വാങ്ങിത്തരും, പക്ഷേ ഏട്ടൻ എപ്പോഴും പറഞ്ഞാലും എടുക്കുകയില്ല. അതുകൊണ്ട് കുറച്ച് കല്യാണങ്ങളൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പോയത്. ടീഷർട്ട് മാത്രമേ ഉള്ളൂ, എപ്പോഴും ടീഷർട്ട് മാത്രമല്ലേ എടുക്കൂ, നിങ്ങൾ കാണുന്നില്ലേ. അതുകൊണ്ട് ഷർട്ട് നല്ലോണം കുറവാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. നോക്കൂ, അതാ പറയുന്നത്. അത് ബ്ലാക്ക്. എപ്പോൾ സാരി എടുക്കാൻ പോയാലും അമ്മക്ക് ബ്ലൂയിലേക്കും പിങ്കിലേക്കും ആണ് ഒരു ചായ്വ് ഉണ്ടാവല്. അതുപോലെയാണ് ഏട്ടനും, ബ്ലാക്കും ബ്ലൂയിലേക്കാണ് എപ്പോഴും ഏട്ടനൊരു ചായ്വ് ഉണ്ടാവും കേട്ടോ. ഇന്ന് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ കളേഴ്സ് നോക്കുവാണ്. കളക്ഷൻസ് ഒരുപാടുണ്ട്, ഒരു 1000 സംതിങ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും റേറ്റ്. ഇനി ചോടി വന്നേ, നമുക്ക് അച്ഛൻ്റെ ഷർട്ട് കറക്റ്റാന്നോ നോക്കാം. ഇതാ കണ്ണാടി. അപ്പോൾ ഏട്ടൻ 2-3 ഷർട്ട് എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. ഇട്ടിട്ട് നോക്കാം നമുക്ക്. ഷർട്ടിന് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കുറേ ആയി സെഞ്ചുറിയിൽ വന്നിട്ട്, പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അത് ഫിറ്റ് കറക്റ്റാ? കറക്റ്റ് ഫിറ്റാ? അവർക്ക് ബ്ലോ രസമുണ്ട്. കണ്ണാടിയിൽ കാണി ഫിറ്റ് കറക്റ്റല്ലേ? കുഴപ്പമില്ല, രസമുണ്ട്. ഏട്ടൻ ഇഷ്ടമായിട്ടേ വേറിട്ടോക്ക്. രാജാവിൻ്റെ കുപ്പായം പോലെ ഇല്ലേ, റിസപ്ഷൻ്റെ കുപ്പായാണ്. കല്യാണച്ചക്കനും കല്യാണ പെണ്ണും റിസപ്ഷൻ ഇടുന്ന കുപ്പായം. കറക്റ്റ് ഫിറ്റ് ഇത്. അപ്പോൾ എങ്ങനെയാണ് സ്ലിം ഫിറ്റ് പോലത്തെ ടൈപ്പ് ഇല്ലേ? അതന്നെ സ്ലിം ഫിറ്റ് അല്ലേ, രസമുണ്ട് ഇത്. ഇച്ചിരി മാച്ചിങ് കാണിക്കണേ. പക്ഷെ ആ കഴുത്തൊന്നും ഇങ്ങനെ ഇങ്ങനെ ആവൂല. രസമുണ്ട്, കളർ രസമുണ്ട്. സെലക്ട് ആയില്ലേ? 2nd 3rd കിട്ടിയല്ലേ ഏട്ടാ എടുക്കുന്ന? ആ പച്ചയും ആയതും വെറൈറ്റി കളേഴ്സ്. ഓക്കെ, അങ്ങനെ ഏട്ടൻ ഷർട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു പാൻറ്റും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാൻറ്റും കൂടി നോക്കുവാണ്. ഏട്ടൻ അങ്ങനെ കുറേ വലിച്ച് വാരിയിട്ട് നോക്കുന്ന ഇഷ്ടമല്ല, പെട്ടെന്ന് സെലക്ട് ചെയ്യും. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ അത്യാവശ്യം സമയം എടുത്തിട്ട് മാത്രമേ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ സെലക്ട് ചെയ്യലുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചുരിദാർ മെറ്റീരിയൽ നോക്കാൻ പോയിട്ടുണ്ട്. എനക്കും അമ്മക്കും ഒന്നുമല്ല, നമുക്കൊരു കല്യാണം വരുന്നുണ്ട്. നമുക്കല്ല, അമ്മേൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കല്യാണം, പണ്ട് പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ മെറ്റീരിയൽ നോക്കണമായിരുന്നു. അപ്പോൾ അതിനും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ സെഞ്ചുറിയിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പം അതും ഒന്ന് നോക്കിയിട്ട് നമ്മളങ്ങനെ സെലക്ട് ചെയ്യാമെന്ന്. ചുരിദാർ മെറ്റീരിയലിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ കുറേ ആയി ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ടൈപ്പ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ ആയി. പക്ഷെ നല്ല രസം, ഇഷ്ടമായിട്ട് എനിക്കിത് നോക്കിയതിൽ ഒരു മെറൂൺ ഷെയ്ഡിലുള്ളത് കണ്ട പാർട്ടി നല്ല വർക്കുള്ള ഷോളൊക്കെ വരുന്നത് അതാണ് കേട്ടോ നമ്മൾ ഫൈനലി സെലക്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് കഴിഞ്ഞാലും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് കിട്ടും. നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
നിച്ചുട്ടിക്ക് പോയ ഉടനെ ഒരു ബലൂൺ ഇട്ടുകൊണ്ട് നല്ല കളിയാണ് ഉണ്ടായേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിച്ചുവിനൊരു ഉടുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്യാണം വരുന്നുണ്ട് എന്ന്. 2-3 കല്യാണം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ടപ്പേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് കല്യാണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഉടുപ്പെടുക്കുകയെന്ന്. ഇങ്ങനെ ഭയങ്കര പാർട്ടി വെയർ ടൈപ്പ് പൊന്തി നിൽക്കുന്ന ഫ്രോക്ക് നിച്ചുവിനിടാൻ ഭയങ്കര മടിയാണ്, ഇടുകയേ ഇല്ല. കല്യാണത്തിന് പോകുമ്പോൾ എപ്പോഴും കരച്ചിലായിരിക്കും. അതുകൊണ്ട് പിന്നെ അത് വേണ്ട, ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ടുള്ളതാണ് നോക്കി. അങ്ങനെ നിച്ചു തന്നെ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഉടുപ്പ്. അങ്ങനെ നമ്മൾ ഈ ജീനിൻ്റെ ഈ ഒരു ഉടുപ്പാണ് സെലക്ട് ചെയ്തത്. അധികം നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ സെലക്ട് ആയി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നിച്ചുവിന് ഇട്ടിച്ച് ഭംഗിയുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് പോയപ്പോഴും നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ സ്റ്റാഫായിട്ടുള്ള ഒരു ചേച്ചി, നിഷ എന്നാണ് ചേച്ചീൻ്റെ പേര്. ഭയങ്കര സന്തോഷത്തോടി വന്നിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു, മോളേന്നൊക്കെ വിളിച്ചിട്ട് എന്ത് സ്നേഹമെന്ന് അറിയാം. ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചീനെ കണ്ടതിലും വർത്താനം പറഞ്ഞതിലും. ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ യൂട്യൂബ് ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് കേട്ടോ. പിന്നെ വേറൊരു പാരൻ്റ് ഉണ്ടായിരുന്നു, അമ്മേൻ്റെ പണ്ടേ ഉള്ള ഒരു പഠിപ്പിച്ചൊരു കുട്ടീൻ്റെ പാരൻ്റ്, ആൻറ്റി എങ്ങാനോ വന്നത് തോന്നുന്നു. ഷിബി എന്നാണ് ആ ആൻറ്റീൻ്റെ പേര്. ആ ആൻറ്റി നമ്മളെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടായതുകൊണ്ട് ഒരുപാട് സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ നേരെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിട്ട് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടത്തേക്ക് പോയിട്ട് കുറച്ച് മെറ്റീരിയൽസ് നോക്കുകയാണ്. നല്ല കളക്ഷൻസ് ഉണ്ട് മെറ്റീരിയൽസിനും. ഇവിടെ സെഞ്ച്വറി റിനോവേഷൻ ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മെയിനായിട്ട് മെറ്റീരിയൽസിൻ്റെ സൈഡിലേക്ക് പോയത്, പണ്ട് അമ്മ ബോംബെയിൽ നിന്ന് വരുമ്പം എനിക്കൊരു ഓർഗാൻസ ടൈപ്പ് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിന് അണ്ടർസ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും ലൈനിങ്ങും വാങ്ങിക്കണമായിരുന്നു. നമ്മൾ നോർമൽ അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതിനൊരു സാറ്റിനൊക്കെ അണ്ടർസ്കേർട്ട് ആയാൽ നല്ല ഭംഗിയായിരിക്കുമല്ലേ കാണാൻ. അപ്പോൾ ആ മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു ഗ്രീൻ കളറുള്ള മെറ്റീരിയൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് അങ്ങ് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മെയിനായിട്ട് ഏട്ടന് ഷർട്ട് വാങ്ങിക്കാനും പിന്നെ അമ്മക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചുരിദാർ മെറ്റീരിയൽ വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ബില്ലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഏട്ടന് പാൻറ്റ് കുറച്ച് ഓൾട്രേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കി നോക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ അതും ആ സമയം കൊണ്ട് അങ്ങനെ ചെയ്തിട്ട് കിട്ടി. ഡിസ്പ്ലേയിൽ വെച്ച് ആ പ്രതിമക്കിട്ട ഡ്രസ്സെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഗ്രാൻഡായിട്ട് നമ്മളൊരു റിസപ്ഷനൊക്കെ പോകുന്ന സമയത്തല്ല, റിസപ്ഷനുള്ള പെണ്ണ് ഇട്ടിച്ച് കാണാനെല്ലാം നല്ല ഭംഗിയുണ്ടാവും. 5000 സംതിങ് ആയിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നമ്മൾ പിന്നെ യൂസ് ചെയ്യില്ല. റിസപ്ഷന് ഗ്രാൻഡായിട്ട് നമ്മൾ സ്റ്റേജിൽ ചെക്കനും പെണ്ണും ഇട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ. പക്ഷെ നമ്മൾ വേറൊരു കല്യാണത്തിന് പോകുമ്പോൾ ഇത്ര അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആയിരിക്കും എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഒരു 1 ടൈം യൂസാണ്. പക്ഷെ ഇട്ടിട്ട് സ്റ്റേജിലൊക്കെ നിന്ന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കാണാൻ നല്ല അടിപൊളിയായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ സെഞ്ച്വറിയിൽ നിന്ന് ഇറങ്ങിയ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടീന്, അല്ല വിചാരിച്ച പോലത്തെ സാധനങ്ങളെല്ലാം കിട്ടീന്, അതുകൊണ്ട് നന്നായി. എന്നിട്ട് നേരെ സിറ്റി സെന്ററിലേക്ക് വന്നിട്ടുള്ളത് 1-2 ഫാൻസി സാധനങ്ങളെല്ലാം മേടിക്കാറുണ്ട്. അപ്പോൾ സിറ്റി സെന്ററിൽ നിന്ന് ഫാൻസിയും കൂടെ നോക്കിയിട്ട് നമുക്കിനി പോവാം. ഫാൻസി നോക്കിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ട് ബന്ധം. അതിനുശേഷം പിന്നെ വൈകുന്നേരം എണീറ്റ് ഉടനെ അങ്ങ് പോയില്ല, എണീപ്പിച്ചിട്ട് ഏട്ടൻ വടയായിരുന്നു മേടിച്ചിട്ടുണ്ടായ. ക്വാളിറ്റി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സിറ്റി സെൻ്ററിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഇവിടുത്തെ വട ഒരു രക്ഷയില്ല. ഞാൻ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വട ഇവിടുത്തെ വടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഞാനൊരു ബട്ടൂര വാങ്ങി. ഇതും നല്ല അടിപൊളിയാണ്. ഇവിടെ ബട്ടൂര ചന മസാല കോംബോ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്, ഇങ്ങനെ കുത്തി പൊട്ടിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പം ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണൂർ വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും കൂടെ കുടിച്ചിട്ട് തിരിച്ച് നേരെ വണ്ടി വെക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കായി. അപ്പോഴേക്ക് റോഡിൽ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു സമയത്തെ തിരക്ക് ഉണ്ടാവുമല്ല. ഇനി നേരെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. നല്ല മഴക്കാറുണ്ടായിരുന്നു ആകാശത്ത്. നമുക്ക് ഒരു ദിവസം നല്ല മഴ കിട്ടിയിട്ടാ. മിഞ്ഞാന്ന് നല്ല ഹെവി റെയിനാണ്, ഇടിയും മിന്നലും മഴയും എല്ലാം ഒറ്റ ദിവസം മാത്രം. പിന്നെ അതിന് ശേഷം കിട്ടിയിട്ടേ ഇല്ല. ഇനി പിന്നെ വീട്ടിലെത്തിയിട്ട് എനിക്ക് കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് കോൾഡ് നല്ലോണം കഫക്കെട്ട് വരുന്നുണ്ടോ സംശയമുണ്ട് കേട്ടോ. തല, ചെവി, മൂക്ക്, തൊണ്ട എല്ലാം ഇങ്ങനെ അടഞ്ഞിട്ട് നല്ല വേദന വരുന്നുണ്ട്. പണി കിട്ടുമോ എന്നറിയില്ല. അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലേ ഉണ്ട്. ഞാൻ പോകുമ്പോൾ 2-3 പ്രാവശ്യം ആവിയെല്ലാം പിടിച്ചിട്ടാണ് പോയത്. നമ്മൾ കൂർക്കൽ ഇലയെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ പിടിച്ചു നോക്കണം, ഇല്ലെങ്കിൽ നാളെ പോയിട്ട് കാണിക്കേണ്ടി വരും. നല്ല ഇറിറ്റേഷൻ ഉണ്ട്. പോയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ കൂടി. അതുകൊണ്ട് അധികം ഒന്നും പറയുന്നില്ല. മനുഷ്യ ഡ്രസ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാം കളർ വേറെ ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ഷർട്ട്, പിന്നെ ഈ ഒരു ഷർട്ട്, പിന്നെ നിച്ചോട്ടിക്ക് ഈ ഒരു ജീനിൻ്റെ ഉടുപ്പ്,
പിന്നെ ആ ലൈനിങ് തുണി, പിന്നെ ഒരു മറ്റേ ഒരു ചുരിദാർ മെറ്റീരിയൽ മേടിച്ചിട്ട് അത് ഗിഫ്റ്റ് കൊടുക്കാനാണ്, ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് വാങ്ങിച്ചത്. നിച്ചട്ടിന്റെ ഉടുപ്പ് നിച്ചന് ഇഷ്ടായിനാ? ഇതാ നിച്ചന് ഇഷ്ടപ്പെട്ടിട്ടെടുത്തയാണേ. വേറെ ഒരു ഉടുപ്പ് ഇതുവരെ ചരിത്രത്തിലോളാടുന്ന്. ഓ, മിക്കിയിലുള്ളതുകൊണ്ടാ എടുത്തേ. ആടുന്ന് ഇട്ട് നോക്കാൻ വിടുവേല. ഇതെന്താ വേഗം ഇട്ട് നോക്കാനെല്ലാം വിട്ടിന് കേട്ടാ. എത്ര പൈസ അയച്ചോട്ടാ? 770 കേട്ടാ. ജീനിന്റെ മെറ്റീരിയൽ ആണ്. രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നോർമലി ഫ്രോക്കല്ലേ എപ്പോ എടുക്കുന്നത്, അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിട്ട് എടുത്തതാണ്. കാണിച്ചേക്കണ. ഏട്ടന്റെ ഷർട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആണ്. എപ്പോഴും എടുക്കുന്ന നോർമലിന് വെറൈറ്റി എടുത്തേ. മേടിച്ചിട്ടുണ്ടായിനെ, അത് പറയാൻ വേണ്ടി വിട്ടുപോയി. ഈ ഒരു ബ്ലാക്ക് കളർ പാന്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഫാൻസി പോയിട്ട് കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇതാ ഈ ഒരു കമ്മലെടുത്തു. ഒരു കുറച്ച് വലിപ്പമുള്ള നല്ല രസമുണ്ട് ഈ കമ്മൽ കാണാൻ വേണ്ടിയിട്ട്. റെഡ് ബീഡ്സ് ഒക്കെ വരുന്ന ഈ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിനി. പക്ഷെ ആ ഫാൻസിയിൽ ഭയങ്കര പൈസപ്പാ, അതുകൊണ്ട് പിന്നെ അധികം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഈ ഒരു ഷെയ്ഡിലുള്ള നെയിൽ പോളിഷും എടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.